പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കാണാതായ 3-അംഗ കുടുംബം കർണാടക ബോർഡറിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാബു ഭാസ്കറും ഭാര്യയും മകനും വാഹനത്തിലുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അതേ വാഹനത്തിൽ പിന്നീട് ബാബു ഭാസ്കറിന്റെ മകൻ വിഷ്ണു ഒറ്റയ്ക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്തി. 3 പേരെയും കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇവരെ കാണുന്നുണ്ടായിരുന്നില്ല, പിന്നീട് ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു, അങ്ങനെയാണ് അന്വേഷണം നടന്നത്. പക്ഷേ ഇത് അവർ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കാണാതാകലാണ് എന്നതുകൂടി മനസ്സിലാകുകയാണ്. ഈ വാഹനം പിന്നീട് കേരളത്തിന്റെ പ്രദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. മാധു, ഏതായാലും പോലീസ് സംഘം വലിയ രീതിയിലുള്ള സംശയമാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 9-ാം തീയതിയാണ് പാലക്കാട് വാണിയംകുളം പനയൂരിൽ താമസിക്കുന്ന ഈ ബാബു ഭാസ്കറിനെയും ഭാര്യയെയും അതുപോലെ തന്നെ മകനെയും കാണാതാവുന്നത്. പിന്നീട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വീട്ടിലെ ഒരു ബൊലേറോ പിക്കപ്പ് വാഹനത്തിൽ ഷൊർണൂരിലൂടെ സഞ്ചരിച്ചു ഈ കാണാതായ ദിവസം രാവിലെ എന്നുള്ളത് കണ്ടെത്തുന്നത്. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ ഇവർ സഞ്ചരിച്ച ഈ വാഹനം മലപ്പുറം വഴിക്കടവ് മേഖലയിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തി. പിന്നീട് പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കർണാടക ബോർഡറിന് സമീപം ഈ വാഹനം പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘത്തിന് ലഭിച്ചത്. പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ ഈ കാണാതെ ദിവസം രാവിലെ തന്നെ ഈ വാഹനം ഈ കർണാടക ബോർഡറിൽ എത്തിയിരുന്നു. ആ സമയത്ത് ഈ വാഹനത്തിനകത്ത് ഈ 68-കാരനായിട്ടുള്ള ബാബു ഭാസ്കറും അദ്ദേഹത്തിന്റെ ഭാര്യയും മകൻ വിഷ്ണുവും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറെ നേരം കഴിഞ്ഞ് ഈ വാഹനം തിരിച്ച് വീണ്ടും കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളും ഉണ്ട്. അത് പരിശോധിച്ചപ്പോൾ ഈ ബാബു ഭാസ്കറിന്റെ മകൻ വിഷ്ണു മാത്രമാണ് ഈ വാഹനത്തിന് അകത്തുള്ളത്. വിഷ്ണു ഈ മലപ്പുറത്തേക്ക് ഈ വാഹനം എത്തിച്ച് പിന്നീട് അവിടെ ഈ വാഹനം ഉപേക്ഷിച്ച് വീണ്ടും വേറെ എവിടേക്കോ പോയതാണ് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. ഏതായാലും വിഷ്ണു എവിടേക്കാണ് പോയത്, അതുപോലെ തന്നെ ബാബു ഭാസ്കറും ഭാര്യയും കർണാടകത്തിൽ എവിടെയാണ് ഉള്ളത്, എന്തിനാണ് ഇവർ കർണാടകയിലേക്ക് പോയത്, എന്തുകൊണ്ട് ബന്ധുക്കളെ എല്ലാം മറച്ചുവെച്ച് ഇത്തരത്തിലുള്ള യാത്ര നടത്തി എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഷൊർണൂർ പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഇവരുടെ 3 പേരുടെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണുള്ളത്. 6 സിമ്മുകളുണ്ട്. ഈ 6 സിമ്മുകളിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നതാണ് പോലീസ് സംഘം ഇപ്പോഴും പറയുന്നത്. ഏതായാലും ആദ്യം ഇവർ അയൽവാസികളോട് പറഞ്ഞിരുന്നത് കോട്ടയത്തെ ഒരു ബന്ധു വീട്ടിൽ കല്യാണത്തിന് പോകുന്നു എന്നുള്ളതാണ്. മറ്റു ചിലരോട് ചില ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നടത്താൻ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, എന്തിനീ പോയ വാഹനം മലപ്പുറത്ത് വഴിക്കടവ് ചുരത്തിൽ ഉപേക്ഷിക്കണം എന്നെല്ലാം ഉള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. വ്യാപാരിയാണ് ബാബു ഭാസ്കർ. വ്യാപാരത്തിലൊന്നും യാതൊരു രീതിയിലുള്ള നഷ്ടവും സംഭവിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ എന്തിന് ഇവർ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഷൊർണൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാധു, ശരി, 6 ദിവസം മുമ്പാണ് ഈ കുടുംബത്തെ കാണാതാകുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. അവരുടെ വാഹനം പിന്നീട് കേരളത്തിലെ ബംഗളൂരുവിലേക്ക് കടന്നതിന് ശേഷം കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഇട്ടുമടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി, നിർണായകമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.